ഹായ് ഫ്രണ്ട്സ്, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു സെൽവാസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ സദ്യയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പിങ്കിഷ് കളർ പാലട പായസം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പിങ്ക് കളർ പാലട തയ്യാറാക്കാൻ പറ്റുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ മെത്തേഡ്സും പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പിങ്കിഷ് കളർ പാലട പായസം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രഷർ കുക്കറിലാണ് പാല് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അതാണ് ഒരു സീക്രട്ട്, പിങ്ക് കളർ ആവാനുള്ള ഒരു സീക്രട്ട്. ഇതപ്പോൾ മുഴുവൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പാല് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് 1 മണിക്കൂറോളം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ലോ ഫ്ലെയിം ആക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അടക്കുമ്പോൾ വെയിറ്റ് ഒന്നും അയച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിസിലടിച്ചാലും കുഴപ്പമില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ട് 1 മണിക്കൂറോളം കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ആ ടൈമിൽ നമുക്ക് ഇവിടെ ഞാൻ 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസുള്ള അടയാണ്. 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് അടയുടെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അട ഇട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ല, നന്നായിട്ട് ഇത് തൊട്ട് നോക്കുമ്പോഴൊക്കെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് ഊറ്റിയിട്ട് ഒരു 3-4 പ്രാവശ്യം സാധാ വെള്ളത്തിൽ കഴുകി മാറ്റി വെക്കണം. ആ ടൈമിൽ നമ്മുടെ പാലൊക്കെ അവിടെ 1 മണിക്കൂറോളം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്കിഷ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂട് കട്ടിലൊരു പാത്രത്തിലേക്ക് നമ്മുടെ പാല് മാറ്റി വെക്കുക. ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതാണ് പാല് നന്നായിട്ട് തിളക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അട ഇതാ നന്നായിട്ട് വാർന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിൽ കിടന്ന് തിളക്കണം. അപ്പോഴാണ് പാലും അടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിച്ച് കിട്ടുക. ഈ ടൈമിൽ മറ്റൊരു അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മറ്റൊരു സീക്രട്ട്, പിങ്കിഷ് കളർ പാലട കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിൽ ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാൻ. പഞ്ചസാര ആദ്യം കുറച്ച് ക്വാണ്ടിറ്റിയാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി 1/4 കപ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമ്മുടെ പായസത്തിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിച്ചു കൊടുക്കുക. ഇതാ നോക്കൂ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതും പാലും അടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടണം. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ വേണം ഈ പായസം തയ്യാറാക്കണമെങ്കിൽ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ഒതൻറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് ഇതിൽ കാഷ്യൂസും അതുപോലെ റൈസിൻസും ഒന്നും റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണില്ല. ഇനി നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. ഈ ടൈമിൽ നമുക്ക് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
എനിക്കിവിടെ കുറച്ചും കൂടെ മധുരം കുറവാണ്. ഭയങ്കര ഡാർക്കായിട്ടുള്ള മധുരമല്ല, എങ്കിലും സാധാരണ പായസത്തിൻ്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിയാൽ മതി. ഇതാ നോക്കൂ, നമ്മുടെ പാലട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലൊരു പിങ്കിഷ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ അട ഉണ്ടല്ലോ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിങ്ക് പാലട ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അട ഇതുപോലെ ഇങ്ങനെ വേറിട്ട് പൊങ്ങി നിൽക്കുകയാണ് ഈ ഒരു പായസത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ക്യാമറയിൽ അത്രത്തോളം പിങ്കിഷ് കളറായിട്ട് കാണുന്നില്ല എന്നാണ്. പക്ഷേ ഇത് ഒരു 100% ഷുവറായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഇത് പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയില്ല. അത്രക്കും നല്ലൊരു പിങ്ക് കളറായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. കാരണം ഇവിടെ ഒരു ഒതൻറ്റിക് മെത്തേഡിലായതുകൊണ്ട് ഞാനിവിടെ നട്ട്സ് ഒന്നും ചേർത്തിയിട്ടില്ല. അതിൽ നെയ്യ് മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കാരമലൈസ് ചെയ്തും കൂടെ ചെയ്യുമ്പോൾ പിങ്ക് കളറ് ഉണ്ടാവാതെ എങ്ങനെയായാലും നിൽക്കില്ല. അത്രക്കും നല്ല ഭംഗിയുണ്ട്, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വളരെ പെട്ടെന്നൊന്നും ഞാൻ പറയില്ല, കാരണം പാൽ 1 മണിക്കൂറോളം കുക്ക് ചെയ്യണം. എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മളിതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് ഈ ഒരു മെത്തേഡിലൊന്ന് പിങ്ക് പാലട പായസം തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.